ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും അവസാന നിമിഷം വിജയസാധ്യതയുള്ള രണ്ടുപേരുടെ പത്രിക തള്ളിയെന്ന് പരാതി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണിയിലെ രണ്ടുപേരുടെ പത്രികയാണ് തള്ളിയത്. തിരഞ്ഞെടുപ്പിനായി വോട്ട് അഭ്യർത്ഥിച്ച് പ്രചരണം നടത്തി അവസാന നിമിഷമാണ് പത്രിക തള്ളിയത്. അതേസമയം CPM നയിക്കുന്ന നിലവിലെ ഭരണമുന്നണിയുടെ പരാജയ ഭീതി മൂലമാണ് ഇതെന്ന് മതേതര ജനാധിപത്യ മുന്നണി ആരോപിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മതേതര ജനാധിപത്യ മുന്നണിയിലെ രണ്ടുപേരുടെ പത്രിക തള്ളിയത്. പുന്നക്കൻ മുഹമ്മദ് അലി, അഭിലാഷ് രത്നാകരൻ എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. തെരഞ്ഞെടുപ്പിനായി വോട്ട് അഭ്യർത്ഥിച്ച് പ്രചാരണം നടത്തി അവസാന നിമിഷം പത്രിക തള്ളുകയായിരുന്നു. അതേസമയം ഒരു കാരണവും ഇല്ലാതെയാണ് അവസാന നിമിഷം പത്രിക തള്ളിയതെന്നും ഇത് നിലവിലെ ഭരണമുന്നണിയുടെ മറ്റൊരു പരാജയ ഭീതിയും തന്ത്രവുമാണെന്ന് മതേതര ജനാധിപത്യ മുന്നണി ആരോപിച്ചു. വിജയം ഉറപ്പായതോടെ ചില ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. ജനാധിപത്യ മൂല്യം അസോസിയേഷൻ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മെമ്പർമാരായ ആളുകളും ജനാധിപത്യ വിശ്വാസികളുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടുകൾ മതേതര ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ മെയ് 17-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. അന്ന് ഷാർജ അധികാരികൾ എല്ലാം പരിശോധിച്ചാണ് ഇവരുടെ പത്രികകൾ സ്വീകരിച്ചത്. ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും പത്രിക തള്ളിയതെന്ന ചോദ്യത്തിന് നിലവിലെ ഭരണമുന്നണിക്ക് മറുപടിയില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ പോൾ ടി ജോസഫ് തള്ളിയ രണ്ടുപേരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തി നിലവിലെ ഭരണമുന്നണി വിവാദത്തിന് അന്നും തിരികൊളുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു വെട്ടിനിരത്തലും രക്ഷാപ്രവർത്തനവും. അന്നും റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച തന്റെ ആശങ്ക പങ്കുവച്ചിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതിപ്പം ഭരണാധികാരിയുടെ ഒരു ഡിസ്കഷൻ അല്ല ഇവിടെ. ഭരണാധികാരി ഇനി വേണ്ടി വരുമോ എന്ന് പോലും സംശയമുണ്ട്. പുതിയ വിവാദത്തിൽ ഷാർജയിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് മതേതര ജനാധിപത്യ മുന്നണി. സെപ്റ്റംബർ 6-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതി തെരഞ്ഞെടുപ്പ്. അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, ഷാർജ. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.